കുറിച്ച് ഒന്ന് സ്പിരിറ്റ് എന്നുള്ളതാണ്. അതിൽ അങ്ങ് ചില സാമൂഹ്യ സന്ദേശങ്ങൾ നൽകുന്ന ഒരു ദൗത്യം നിറവേറ്റുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നിരവധി ചിത്രങ്ങൾ അങ്ങ് മുൻകാലങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു അവസ്ഥയിൽ സ്പിരിറ്റിൽ അങ്ങ് നടത്തുന്ന ആ ദൗത്യത്തെ ആളുകൾ എടുത്തു പറയാൻ എന്തായിരിക്കും കാരണം ശ്രീ മോഹൻലാൽ? അതിപ്പോൾ ഒരു മേക്ക് ബിലീഫ് എന്ന് പറയുന്നതിൻ്റെ കാര്യമായിട്ടായിരിക്കും. പിന്നെ നമ്മുടെ സൊസൈറ്റിക്ക് ഏറ്റവും കുഴപ്പമായി മാറിയൊരു കാര്യമായിരിക്കാം. പിന്നെ ഇത് എല്ലാവരും എഴുതുകയൊക്കെ ചെയ്യുന്നില്ല. ഏറ്റവും കൂടുതൽ മദ്യം ചെലവാകുന്ന സ്റ്റേറ്റാണ് കേരളം. പക്ഷെ കേരളം ചെറിയ സ്റ്റേറ്റാണ്. തമിഴ്നാട് അതിലും വലിയ സ്റ്റേറ്റാണ്. പക്ഷെ ആ ഈ ചെറിയൊരു സ്റ്റേറ്റിൽ നിന്ന് ഇത്രയും പേര് കഴിക്കുകയും ഒരുപാട് കുഴപ്പങ്ങൾ ഉണ്ടാകുന്നത് തടയാനായിരുന്നു. പക്ഷെ ഒരിക്കലും മദ്യപിക്കരുതെന്നല്ല നമ്മൾ ആ സിനിമയിലൂടെ പറയുന്നത്. അതൊരു ആൽക്കഹോളിസം എന്ന് പറയുന്ന ഒരു രോഗമാണ്. അതിനെ നിങ്ങൾ തിരിച്ചറിയുക. യു ആർ ദ ഡിസൈഡിങ് ഫാക്ടർ ഓഫ് യുവർ ലൈഫ്. നിങ്ങൾ ചിന്തിക്കുക എന്നുള്ളതാണ്. അങ്ങനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ല ചെയ്യരുതെന്ന് പറഞ്ഞാൽ എപ്പോഴും ചെയ്യാനാണ് കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടം. നിങ്ങൾക്ക് തോന്നണം അല്ലേ, നിങ്ങളൊന്ന് ചിന്തിക്കൂ, ഇത് ചെയ്യുന്നത് ശരിയാണോ? അങ്ങനെയാണ് പറയുന്നത്. നമ്മൾ പല കാര്യങ്ങളും ഇത് നമുക്ക് വേണ്ടിയാണോ എന്ന് ചോദിച്ചാൽ നമ്മൾ ചെയ്യാറില്ല. ഒരുപാട് കാര്യങ്ങൾ. അതുപോലെ കർമ്മയോധയിലും അങ്ങ് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനാണ്. പക്ഷെ ഒരുപക്ഷെ അങ്ങയുടെ ഒരു വ്യത്യസ്ത മാനത്തിലുള്ള ഒരു ആക്ഷൻ ഹീറോ എന്നുള്ള രീതിയിൽ അങ്ങ് അതിൽ വരുന്നു. ചെറുപ്പക്കാർക്ക്, യുവജനങ്ങൾക്ക്, പൊതുവെ ജനസാമാന്യത്തിന് നൽകുന്ന ധർമ്മനീതികളുടെ സന്ദേശം അങ്ങയുടെ മിക്ക കഥാപാത്രങ്ങളുടെയും ഒരു ദൗത്യമായി ഓർമ്മിക്കുന്നു. പക്ഷേ കർമ്മയോധയിൽ അങ്ങ് അതിനൊരു പുതിയ മാനം നൽകുന്നതായി, അതായത് വളരെ ആ സിനിമയിൽ പറയുന്നുണ്ട്, ഏതാണ്ട് 500ഓളം അല്ലെങ്കിൽ 600ഓളം കുട്ടികളാണ് ഒരുപക്ഷെ കേരളത്തിൽ നിന്ന് എല്ലാ വർഷവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തരം ഇമെയിലുകൾ, ടെലിഫോണുകൾ, കുട്ടികൾ മാത്രമല്ല വിവാഹിതരായ സ്ത്രീകളൊക്കെ, അവരൊക്കെ എന്ത് സംഭവിക്കുന്നു നമുക്കറിയുന്നില്ല. ഒരുപക്ഷെ അവർക്ക് തിരിച്ചു വരാൻ പറ്റാത്ത തരത്തിലേക്കാണ് പോകുന്നത്. പിന്നെ എല്ലാ ദിവസവും നിങ്ങൾക്ക് പേപ്പറിൽ കാണാം, അവിടെ കൊണ്ടുപോയി പറ്റിച്ചു, ഇവിടെ കൊണ്ടുപോയി പറ്റിച്ചു, ഒരുപാട് കാര്യങ്ങൾ കാണാം. നമുക്ക് നേരത്തെ അങ്ങ് ചോദിച്ച പോലെ എന്തുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്നു, അല്ലെ പറയാൻ പാടില്ലേ? ഇങ്ങനെ ഇത്തരം സിനിമകളിലൂടെ നമുക്ക് പറയാൻ പറ്റും. പിന്നെ ആ സിനിമ റിലീസായ സമയത്ത് ഏറ്റവും കൂടുതൽ ഇന്ത്യ മുഴുവൻ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ എല്ലാ ദിവസവും നമുക്ക് ഇപ്പം നമ്മൾ ഇവിടുത്തെ ചില കാര്യങ്ങളെ അറിയുന്നുള്ളൂ, അറിയാതെ എത്രയോ കാര്യങ്ങളാണ്. എനിക്ക് തോന്നുന്നത് ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ ഇതിൻ്റെ ശിക്ഷ എന്ന് പറയുന്നത് ഏറ്റവും ഭയങ്കര. ഇവിടെ അല്ല, അങ്ങനെയല്ല. 35-50 വർഷമൊക്കെ ശിക്ഷിച്ച കേസുകളുണ്ട്. ഒന്നാമത് എസ്പെഷ്യലി ചെറിയ കുട്ടികളില്ല. അതിനുള്ള വീണ്ടും ഞാൻ പറയുന്നത് പേടിപ്പിച്ച് അങ്ങനെ പറ്റുള്ളൂ. ഒരു ലോ എന്ന് പറയുന്ന സാധനം, ഇവർക്ക് വേണ്ടി വാദിക്കാൻ ആൾക്കാർ വരിക, അതൊക്കെ വളരെ വിചിത്രമായിട്ട് തോന്നുന്നു അല്ലേ? അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ആൾക്കാർ വരിക, അവരെ എങ്ങനെ വെളിയിൽ കൊണ്ടുവരാന്ന് പറയാ. ഇത്തരം കേസുകൾ 10-14 വർഷം നീട്ടിക്കൊള്ളുക, അത്തരം ഒന്നും പാടില്ല. അപ്പൊ ഒരാളെ പേടിപ്പിക്കാന്നുള്ള, ഇപ്പൊ തമിഴ്നാട് എന്ന് പറയുന്നത് ഒരു പണ്ട് കാലങ്ങളിൽ, ഇപ്പൊ പറയേണ്ട കാര്യമില്ലും, ഒരുപാട് ഗുണ്ടകളെ വെടിവെച്ച് വന്നു പോലീസ്. അതിനുശേഷം അവിടെ ഒരുപാട് സിറ്റി ക്ലീനായി. ന്യൂയോർക്ക് എന്ന് പറയുന്ന സ്ഥലം ലോകത്തിലെ ഏറ്റവും മോശമായ സ്ഥലമായിരുന്നു. ഇന്ന് ഏറ്റവും നന്നായിട്ട് ജീവിക്കാവുന്നൊരു സ്ഥലമാണ് ന്യൂയോർക്ക്. ഞാൻ 2 ന്യൂയോർക്കും കണ്ടിട്ടുണ്ട്. ഞാൻ ഏതാണ്ട് 82-ൽ ഞാൻ അവിടെ ഷൂട്ട് ചെയ്യാൻ പോകുമ്പം നമുക്ക് റോഡിൽ നടക്കാൻ പേടിയാണ്. 42nd സ്ട്രീറ്റ്, മറ്റേ സ്ട്രീറ്റ്, അങ്ങനെയൊക്കെ ഉള്ളത്. ഇപ്പോൾ ഒരു ഗവർണർ വന്ന് അവർ അതിനെ ക്ലിയറാക്കി. അതുകൊണ്ട് പറ്റാത്ത കാര്യങ്ങളല്ല, അതിന് വേണ്ടി ഒരു വിഷനുള്ള ആൾക്കാർ വരണം, ഒരു വിഷണറി വരണം. ഇത്തരം കാര്യങ്ങൾ സിനിമയിലൂടെ നമ്മൾ പറഞ്ഞു. ആ സിനിമ കഴിഞ്ഞു, എൻ്റെ ജോലി, എൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞു. പക്ഷെ അത് എങ്ങനെയാണ് നിങ്ങൾ സിനിമയിലെ അല്ലെങ്കിൽ അതിൽ നിന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതൊരു സിനിമയായിട്ട് കണ്ടിട്ട് ആ സീൻ കൊള്ളില്ല, അതിൽ കുറച്ച് ലാഗുണ്ട്, അങ്ങനെയല്ലല്ലോ പറയേണ്ട. അതിൽ നമ്മൾ പറയാൻ ശ്രമിച്ച കാര്യം എന്താണെന്ന് പലരും മനസ്സിലാക്കുന്നില്ല. അതാണ് പല സിനിമയ്ക്കും പറ്റുന്ന കുഴപ്പങ്ങൾ. ഇപ്പോൾ നോൾട്ടയുടെ ഏത് ഇൻഡക്ഷൻ ബേസ് പാചകപാത്രങ്ങൾ വാങ്ങുമ്പോഴും സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ 50 ലക്ഷത്തിൽ പരം രൂപയുടെ ഉറപ്പായ സമ്മാനങ്ങൾ നേടാം. നോൾട്ട കുക്ക്വെയർ സീരീസ്. ലക്ഷ്മി, ഇത് ആരാ വന്നിരിക്കുന്നേ നോക്ക്. ഹായ് നസ്രിൻ. ആഹാ, എങ്ങോട്ടാ അമ്മയും മോളും കൂടെ? അറിഞ്ഞില്ലേ, നമ്മുടെ അറ്റ്ലസ് ജ്വല്ലറി ആദ്യമായി ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവലിൽ പങ്കാളികളാകുന്നു. ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിൽ അനേകം വിജയികളെ സമ്മാനിച്ചല്ലേ അറ്റ്ലസ്. ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ ഭാഗമായി അറ്റ്ലസിൽ നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ 101 കിലോ സ്വർണവും മറ്റനവധി സമ്മാനങ്ങളും. അറ്റ്ലസ് ജ്വല്ലറി,
ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം ജോസ്കോയിൽ ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ഡിസംബർ 15 മുതൽ ജനുവരി 31 വരെ. ജോസ്കോയിൽ നിന്നും പർച്ചേസ് ചെയ്യൂ, 101 കിലോ സ്വർണം സമ്മാനമായി നേടൂ. ആഴ്ചതോറുമുള്ള നറുക്കെടുപ്പിലൂടെ 10 പവൻ സ്വർണത്തോടൊപ്പം പ്രോത്സാഹന സമ്മാനങ്ങളും. ആഘോഷിക്കൂ ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ജോസ്കോയോടൊപ്പം. ജോസ്കോ ജുവലേഴ്സ്, കേരള, തമിഴ്നാട്, കർണാടക. ആരോഗ്യവും സന്തോഷവുമുള്ള കുടുംബത്തിന് മുസ്ലി പവർ എക്സ്ട്രാ ഉപയോഗിക്കൂ. മുസ്ലി പവർ എക്സ്ട്രാ ഒരു കുന്നത്ത് ഫാർമസ്യൂട്ടിക്കൽസ് ഉൽപ്പന്നം. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും ഉജ്ജ്വലമായ നിരവധി കഥാപാത്രങ്ങൾ അങ്ങയിലൂടെ മലയാള സിനിമയിൽ ഒരു ഘട്ടത്തിൽ ഏറെ വിജയിക്കുന്ന കഥാപാത്രങ്ങളുടെ മാതൃകയിൽ പിന്നീട് 1, 2, 3 വർഷം നിരവധി സിനിമകൾ അങ്ങ് അവയെല്ലാം സ്വീകരിക്കാൻ കമ്മിറ്റ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ നിർബന്ധിതനാകുന്നു. അതോടുകൂടി ആ വിജയിച്ച ആ ഒരു അടയാളത്തിന് മങ്ങലേൽക്കുന്നു, അങ്ങേക്കല്ല കഥാപാത്രത്തിന്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അതുപോലെയുള്ളൊരു നവീകരണം നടക്കുന്നു. ഇതിനിടയിൽ നഷ്ടപ്പെടുന്ന 2-3 വർഷങ്ങളിൽ ചലച്ചിത്രം വ്യവസായം മാത്രമായി മരവിച്ചു പോകുന്നു എന്നുള്ള ഒരു സങ്കടം തോന്നാറുണ്ട്. എല്ലാ ആക്ടേഴ്സിനും പറ്റുന്നതാണ്. അല്ല, എല്ലാ ആക്ടേഴ്സിനും അല്ല, എല്ലാ സ്ഥലത്തും പറ്റുന്നതാണ്. കാര്യം അത് ചുമ്മാ പറഞ്ഞാൽ പോരാ. മോഹൻലാലിലെ നടനെ ഞാൻ പിഴിഞ്ഞെടുക്കുക, അതിങ്ങനെയുള്ള കഥകളുണ്ടാവണം അല്ലേ? എപ്പോഴും ഒരു ആ ഫോർമുലയുടെ പുറകെയാണ് പോകുന്നത്. ഇപ്പോൾ ഞാൻ ഇന്ന് വരുന്നതിന് മുമ്പ് ഞാൻ ചില ആൾക്കാരോട് സംസാരിക്കുന്നു. ഒരുപാട് സിനിമകളുടെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. ഇപ്പം ന്യൂ ജനറേഷനിലെ 1-2 സിനിമകൾ വിജയിച്ചു എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സിനിമകൾ വരികയാണ്. അതൊന്നും നമുക്കറിയാൻ പറ്റുന്നില്ല. ഇപ്പം സിനിമയുടെ സിസ്റ്റം എല്ലാം മാറി. പണ്ട് ഫിലിം വാങ്ങിക്കണം, ക്യാമറ വരുന്നത്. ഇപ്പോൾ പുതിയ ടെക്നിക്കുകളും പുതിയ ഗാഡ്ജറ്റ്സുകളും വന്നിട്ട് ഫിലിമോ കാര്യങ്ങളൊന്നും വേണ്ട, ആർക്കും സിനിമകൾ ഷൂട്ട് ചെയ്യാന്നുള്ള രീതിയിലായി. പക്ഷെ എന്താണ് ഷൂട്ട് ചെയ്യുന്നത്, എന്തിനു വേണ്ടിയാണ് ഷൂട്ട് ചെയ്യുന്നത്, നമ്മളൊക്കെ ഒരുപാട് മിസ്റ്റേക്കുകളിലൂടെയാണ് പഠിച്ചു വരുന്നത്. പിന്നെ ആക്ടർ എന്നുള്ള രീതിയിൽ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. നമുക്ക് സിനിമ ചെയ്യാതിരിക്കാനേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ചെയ്യണം. ഈ സിനിമ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നേരത്തെ അങ്ങ് പറഞ്ഞ പോലെ നമുക്ക് ഒരിക്കലും ഈ സിനിമ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് എത്രയോ സിനിമകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അപ്പോൾ നമ്മൾ ആലോചിക്കുന്ന ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുടെ കാര്യങ്ങളാണ് അല്ലേ? നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരെ, നമ്മുടെ കൂടെയുള്ള ആക്ടേഴ്സ്. ഇപ്പം എനിക്ക് സിനിമ വേണ്ടാന്ന് പറഞ്ഞാൽ ഞാൻ സിനിമയില്ല, പക്ഷെ എൻ്റെ വലിയൊരു പാരഫെർനേലിയ നമ്മുടെ പുറകെയുണ്ട്. പക്ഷെ അത് തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടത് ഡയറക്ടേഴ്സാണ്, സ്ക്രിപ്റ്റ് റൈറ്റേഴ്സാണ്. ഇടയ്ക്ക് വീണ്ടും ഒരു സിനിമ നന്നായി വന്ന് വീണ്ടും അത് മോശമായിട്ട് മാറുകയാണ് ഇപ്പോഴും വീണ്ടും. അപ്പോൾ ഇതിനൊരു നിയമനിർമ്മാണം എങ്ങനെ ഉണ്ടാക്കാം? ഇങ്ങനെ മോശമായ സിനിമ എടുക്കുന്നവരെ ഇത്ര നാളത്തേക്ക് ശിക്ഷിക്കുന്നല്ല എന്തെങ്കിലും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് സങ്കടം തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതൊരു ഫേസ് ആണ്. അത് ഒരു ആക്ടർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് സിനിമ വേണ്ടെന്ന് പറയാനേ പറ്റുള്ളൂ. അതെ, ഇത് ഞാൻ പറയട്ടെ, ഇപ്പൊ പ്രണയം എന്നുള്ളൊരു സിനിമ അല്ലേ, അങ്ങനെ ഒരു സിനിമ കിട്ടാൻ എത്രയോ വർഷങ്ങൾ കാത്തിരിക്കണം. അല്ലെങ്കിൽ തന്മാത്ര എന്നൊരു സിനിമ ചെയ്യണം, അല്ലെങ്കിൽ ഭ്രമരം, ബ്ലസ്സികളുടെ സിനിമ എല്ലാം തന്നെ നമുക്ക് വളരെ വ്യത്യാസം. സ്പിരിറ്റ് എന്നൊരു സിനിമ അല്ലേ, രഞ്ജിത്ത് എന്ന് പറയുന്ന അയാളാണ് ഏറ്റവും ഇത്തരം കാര്യങ്ങൾ എഴുതി തുടങ്ങിയത്. നരസിംഹം, 6. പക്ഷെ ആ സിനിമകളും നമ്മൾ കാണുമ്പോൾ അത് ചുമ്മാ അതിലൊരു ആക്ഷൻ കാര്യങ്ങൾ കൊണ്ട് മാത്രമല്ല, അതിൻ്റെ അകത്ത് ഒരു അച്ഛനും മകനുമായിട്ടുള്ള തീവ്രമായ സ്നേഹമുണ്ട്. അല്ലെങ്കിൽ ഒരു മകനും അമ്മയുമായിട്ടുള്ള ഏറ്റവും അങ്ങനെയാണ് അവർ കണക്ട് ചെയ്യുന്നത്. പക്ഷെ പിൽക്കാലത്ത് വന്ന പലരും ആ എലിമെന്റ് മറന്നുപോയി. വെറും ആക്ഷനും കാര്യങ്ങളും കൊണ്ട് നമുക്ക് സിനിമ മീശയിലേക്ക് പിടിച്ചു വെച്ചാൽ അതിപ്പോ നമ്മുടെ കൂടെ തെറ്റാണ്. നമ്മൾ അതിൽ നിന്ന് കൊടുക്കാനേ പറ്റുള്ളൂ ഒരു പരിധി വരെ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇനി സിനിമകൾ എല്ലാം ഭയങ്കരമായി ബോധമുണ്ടായി അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. വീണ്ടും ഞാൻ തെറ്റുകൾ ചെയ്യാൻ പ്രേരിതനാകാം. ഇപ്പോഴേ രഞ്ജിത്തിന്റെ കാര്യം അങ്ങ് പറഞ്ഞതുകൊണ്ട്, രഞ്ജിത്ത് ഒരുപക്ഷെ ഇത്തിരി അതിശയോക്തിപരമായ ഒരു പ്രസ്താവനയല്ല, ഒരു എഴുത്തിൽ പറഞ്ഞ കാര്യം അങ്ങ് ശ്രദ്ധിച്ചു കാണും. ഇല്ലെങ്കിൽ ഞാൻ അങ്ങയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു പ്രതികരണം അറിയാൻ. അദ്ദേഹം ഒരു ഹയസ്റ്റ് ലെവൽ ഓഫ് എപ്രീസിയേഷൻ എന്നുള്ള രീതിയിൽ അങ്ങയുടെ 2 സിനിമകളിലെ വേഷങ്ങളെ സത്യത്തെ പ്രകാശിപ്പിക്കുന്ന വേഷങ്ങൾ എന്നുള്ള അർത്ഥത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. അത് ഇരുവർ മണിരത്നം ചിത്രത്തിലെ അങ്ങയുടെ MGR ആ ഒരു റോളും, അതോടൊപ്പം തന്നെ വാനപ്രസ്ഥത്തിലെ കുഞ്ഞിക്കുട്ടൻ എന്ന കഥകളി നടൻ്റെ ആ ഒരു കാര്യവും. എന്നിട്ട് ശ്രീ രഞ്ജിത്ത് പറയുകയാണ്, നിരവധി പ്രകാശമാനമായ വേഷങ്ങൾ ശ്രീ മോഹൻലാൽ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഈ 2 വേഷങ്ങൾ മാത്രമാണ് സത്യത്തെ മുൻനിർത്തിയുള്ളത്, ബാക്കിയെല്ലാം സാങ്കല്പികമായിരുന്നു എന്ന്. ഇത്തരം ഒരു നിരൂപണത്തെ അങ്ങ് എങ്ങനെ ഉൾക്കൊള്ളും?
ഇപ്പം വലിയ ആക്ടേഴ്സിനെ എടുത്തു കഴിഞ്ഞാലും ഇത്തരം കാര്യങ്ങളുണ്ടാവും. അവരുടെ 1-2 സിനിമകളായിരിക്കും ഏറ്റവും വലിയ സിനിമകൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ പറയണ ഇപ്പോൾ ദേവാസുരം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സിനിമ അന്നത്തെ ഏറ്റവും വലിയ സിനിമയാണ്. അപ്പോൾ ഇരുവർ എന്നൊക്കെ പറയുന്ന സിനിമയുടെ ക്രാഫ്റ്റ് വൈസ് ആണ് ബെസ്റ്റ് സിനിമയായിരുന്നു അല്ലേ. പിന്നെ വാനപ്രസ്ഥം എന്ന് പറയുന്ന സിനിമ എന്ന് പറയുന്ന ഇന്ത്യയിലുണ്ടായ ആദ്യത്തെ ഫോറിൻ കൊലാബറേഷനാണ്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് ഗാഡ്ജറ്റ്സുകളും ഒരുപാട് കാര്യങ്ങളും ഒക്കെ മാറിയിട്ടുള്ള സിനിമയാണ്. നമുക്ക് മലയാള സിനിമയെ കൈവച്ചുകൊണ്ട് ഒരിക്കലും ഒരു ഹോളിവുഡ് സിനിമയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു തമിഴ് സിനിമയായിട്ട് കമ്പയർ ചെയ്യാം. മണിരത്നം എന്ന് പറയുന്ന അദ്ദേഹം ആ ക്രാഫ്റ്റ് വൈസിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഫിലിമാണ് ഇരുവർ. അത് വീണ്ടും വീണ്ടും കണ്ടു കഴിഞ്ഞാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പം തീർച്ചയായിട്ടും അദ്ദേഹത്തിന് തോന്നിയ കാര്യമായിരിക്കും അദ്ദേഹം പറയുന്നത്. അങ്ങനെ ഉണ്ടാവുമല്ലോ. എത്ര ഒരു 100 പുസ്തകം എഴുതിയ ഒരാളുടെ ഏറ്റവും ഒരു പുസ്തകമായിരിക്കും ഏറ്റവും വലിയ ബുക്ക്. അങ്ങനെ ചില അത്യപൂർവമായിട്ട് സിനിമകൾ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് മറുപടി അതിനെക്കാട്ടിലും മുകളിൽ ഒരു സിനിമയുമായിട്ട് രഞ്ജിത്ത് വരട്ടെ. അതെ, അതാണ്. പ്രത്യേകിച്ച് രഞ്ജിത്ത് ഒരു ഘട്ടത്തിൽ പറഞ്ഞത് ഞാൻ ഓർമ്മിക്കുന്നു. അതായത് മോഹൻലാലിന് അർഹമായ ചലഞ്ചുകൾ നൽകുന്നതിൽ മലയാളത്തിലെ സിനിമാ രചയിതാക്കൾ വിജയിച്ചില്ല, അല്ലെങ്കിൽ വിജയിക്കേണ്ടെന്ന് അത്രയും വിജയിച്ചില്ല. എങ്ങനെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ, നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതിന് രഞ്ജിത്തിന്റെ സിനിമകൾ തീർച്ചയായിട്ടും സ്പിരിറ്റ് എന്ന് പറയുന്ന സിനിമ ആസ് ആൻ ആക്ടർ എനിക്ക് ഒരുപാട് പോസിബിലിറ്റിയിലേക്ക് വന്നു. കാര്യം ഞാൻ അന്ന് വരെ ചെയ്യാത്ത അങ്ങയുടെ ഒരു റോളാണ് ഞാൻ അതിലിരുന്ന് ചെയ്യുന്നത്. ഞാൻ ഇന്റർവ്യൂ ചെയ്യുന്നത്. അപ്പൊ അതിനു മുമ്പ് എനിക്ക് ഇന്റർവ്യൂ ചെയ്ത പരിചയമൊന്നുമില്ല. അപ്പൊ നമ്മൾ ആരെയും അതിൽ ഇമിറ്റേറ്റ് ചെയ്യാൻ പാടില്ല അല്ലെ. അദ്ദേഹം കുറച്ചൊരു ആൽക്കഹോളിന്റെ ബേസില് അദ്ദേഹം അല്ല സംസാരിക്കുന്നത്, അകത്ത് കിടക്കുന്ന ആൽക്കഹോൾ. അപ്പം കുറച്ച് പേടിയുള്ള ആളാണ്, കാര്യം കുറച്ചപ്പോൾ ഓവർ ഡൂ ചെയ്യുന്ന ആളായിരിക്കും. അപ്പൊ അത്തരം ഒരു നല്ല സിനിമ എടുക്കാൻ എപ്പോഴും ആഗ്രഹമുള്ള ആളാണ് രഞ്ജിത്ത്. അപ്പൊ രഞ്ജിത്തിന്റെ നാക്ക് പൊന്നാകട്ടെ. ദേവാസുരത്തിൽ ഒരു ചിത്രത്തിലെ പരിസംക്രമണം, ആസുര പ്രകൃതവും എന്നാൽ തെറ്റുകൾ മനസ്സിലാക്കി അതിൽ നിന്നുള്ള ദേവഭാവവും, അതോടൊപ്പം തന്നെ ഇങ്ങേയറ്റത്ത് ഹുസൈനസ് അബ്ദുള്ള അങ്ങ് തന്നെ നിർമ്മിച്ച പടം, അതിൽ സംഗീതവും രാക്ഷസീയതയും ഹിംസാത്മകതയുമൊക്കെ സമഞ്ചേരുന്ന ഒരു തലം, വിവിധ മാനങ്ങളുള്ള ഒരു അഭിനയ ചാതുരി എന്നിലുണ്ട്. അത് എനിക്ക് പ്രകാശിപ്പിക്കാൻ അവസരം തരുന്ന വെല്ലുവിളികൾ തരൂ എന്ന് അങ്ങ് തന്നെ ആവശ്യപ്പെടുന്നത് പോലെ തോന്നുന്നു. പക്ഷെ എൻ്റെ ആഗ്രഹം മറ്റൊരാളിൽ പോയി ഹിറ്റ് ചെയ്തിട്ട് അദ്ദേഹത്തിന് തോന്നുന്നതായിരിക്കാം. അങ്ങനെ ആയിട്ടാണ് വലിയൊരു ഫിലോസഫിയാണ് അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ വളരെയധികം ആഗ്രഹിച്ചാൽ അത് കിട്ടും എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ അത്തരം കാര്യങ്ങൾ ആഗ്രഹിക്കുന്നത്. എന്താണ് മോഹൻലാലിൻ്റെ അടുത്ത സിനിമ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത സിനിമ ആകുമ്പോഴേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ ഇതൊരിക്കലും ഇങ്ങനെ സംഭവിക്കില്ല. കാര്യം വാനപ്രസ്ഥം എന്നൊരു സിനിമ ഞാൻ ആഗ്രഹിച്ചതല്ല അല്ലേ. സ്പിരിറ്റ് എന്നുള്ള ഞാൻ ഒരുപാട് പേരിലെ കാര്യങ്ങൾ ആഗ്രഹങ്ങളായിട്ട് എഴുതി ഒന്ന് സ്ക്രിപ്റ്റായി അത് എന്നിലേക്ക് വരുന്നു. അങ്ങനെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അത് നേരത്തെ അങ്ങ് പറഞ്ഞ പോലെ ഭാഗ്യം എന്നുള്ള വാക്ക് വീണ്ടും ഞാൻ ഉപയോഗിക്കുന്നു. അല്ലാതെ എനിക്ക് പറയാൻ പറ്റില്ല ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു, അല്ല ഏതാണ് ഈ അടുത്ത സിനിമ, നിങ്ങൾ ഏറ്റവും നല്ലൊരു നിങ്ങളുടെ ഡ്രീം റോൾ എന്താണെന്നൊക്കെ ചോദിച്ചാൽ സത്യമായിട്ടും എനിക്ക് പറയാൻ പറ്റും.